ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തേതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ദൈവത്തിൻ്റെ സഹായം, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, ഇത് രണ്ടും കാരണം ഈ ചാനൽ ഇന്നത്തേക്ക് 1 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഒരവസരത്തിൽ 100 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാതെ ചാനൽ നിർത്തിപ്പോവാനുള്ള ഒരു തീരുമാനം വരെ ഞാൻ എടുത്ത സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് എന്നെ വീണ്ടും വീണ്ടും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു റമദാനിലെ ജൂൺ 1 ഞാൻ ഫസ്റ്റായിട്ട് പഴം നിറച്ചത് എന്നുള്ളൊരു വീഡിയോ ഇട്ടത്. ആ സമയത്ത് വളരെ കുറച്ച് വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരുപാട് വീഡിയോ ഇട്ട് ഇപ്പോൾ ഏകദേശം ഒരു 150 വീഡിയോയിലധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിലുള്ള വീഡിയോകൾക്കൊക്കെ 1000-ൻ്റെ താഴെ മാത്രമേ വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും 1000-ൻ്റെ താഴെ വ്യൂസ് ഉള്ളത് ഒരുപാട് എണ്ണമാണ്. ആ സമയത്ത് തുടക്കക്കാർക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ചെയ്യണം, ഒരു വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ ഈ അപ്ലോഡ് ചെയ്തത്. ജസ്റ്റ് ഒരു അപ്ലോഡ് ചെയ്തു എന്നല്ലാതെ അത്ര സീരിയസ് ആയിട്ട് ചാനൽ എടുക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആണ് ഇത് അതിനെക്കുറിച്ചൊരു സ്പിരിറ്റ് വരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള സപ്പോർട്ട് അതുകൊണ്ട് മാത്രം ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു സഹായം, ആ ഒരു സഹായം ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും മുന്നോട്ട് വരാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അൽഹംദുലില്ലാഹ്. എത്രയോ വർഷമായിട്ട് ശ്രമിച്ചിട്ട് പലർക്കും കഴിയാത്തതാണ്. എന്നെക്കാളും ശേഷം വന്നവർക്കൊക്കെ അതിനേക്കാളും കൂടുതലുണ്ടായിരിക്കാം. പക്ഷെ എന്നെക്കാളും മുന്നേ വന്ന എത്രയോ ആളുകൾ അത്ര ഇല്ലാത്തവരുണ്ട്. അപ്പോൾ മുകളിലേക്ക് നോക്കുന്നതിന് പകരം താഴേക്ക് നോക്കിയാൽ സന്തോഷമല്ലേ. ഇതെല്ലാം എനിക്ക് സാധ്യമായിട്ടുള്ള നിങ്ങളുടെ മാത്രം സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇടുന്നത്. കോഴി നിറച്ചതും കണ്ണ് വെച്ച പത്തിരിയും മലബാറുകാരുടെ സ്വന്തം റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിറയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ഹോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഹോൾ ചിക്കൻ ഞാൻ കടയിൽ നിന്ന് അവർ തന്നെ ക്ലീൻ ചെയ്ത് തന്നതാണിത്. എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ കടയിൽ പറഞ്ഞാൽ നിറയ്ക്കാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തരുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 3 വലിയ സവാള വേണം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 5 തക്കാളി, ഒരു എഗ്ഗ് പുഴുങ്ങിയത്, പിന്നെ ഒരല്പം മല്ലിയിലയും പുതിനയില അരിഞ്ഞത്, പിന്നെ ഒരു കറിവേപ്പില, ഒരു 2-3 തണ്ട്, ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, അല്പം ചിക്കൻ മസാല. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു കണക്ക് ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് എത്ര വേണമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിനേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കടായിൽ ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ സവാള അതിനകത്ത് ഇട്ട് കൊടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ഹാഫ് വേവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള വേഗം വഴന്ന് വരാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിത് 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 വലിയ സവാള ആയിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കഴിഞ്ഞാലും കുറച്ച് അധികം ഗ്രേവി ഉണ്ടാകും. അപ്പോൾ അത്രയും ഗ്രേവി വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 വലിയ സവാള എടുത്താൽ മതി. അപ്പോൾ ഗ്രേവി അതുപോലെ ആ ചിക്കനും ഒരു ബാലൻസ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഗ്രേവി വേണ്ടത് കൊണ്ടാണ് അങ്ങനെ കുറച്ച് കൂടുതലായിട്ടുള്ള എടുത്തിട്ടുള്ളത്. ഇതിപ്പം പകുതി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുണ്ടായിരിക്കും. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചാണ് ഇതിൻ്റെ എരിവ് വരുന്നത്. ഞാനൊരു 5 തക്കാളി ചെറുതായതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തത്. നിങ്ങൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി.
അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം. ഈ തക്കാളി ഒന്ന് ശരിക്കും അങ്ങ് ഉടഞ്ഞ് കിട്ടണം. ആ സമയത്താണ് നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു വളരെ സ്പൈസി ആയിട്ട് നല്ല എരിവൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു കറിയല്ല സാധാരണ ഉണ്ടാവാറുള്ളത്. ജസ്റ്റ് സ്പൈസസൊക്കെ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സവാളയുടെ അളവ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ മസാലയുടെ അളവും ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രേവി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രേവി വളരെ സ്പൈസി അല്ല ഉണ്ടാവുക, കുറച്ചൊരു ആ ഒരു സവാളയുടെ ആ ഒരു മധുരം നമ്മളെ ഗ്രേവിക്ക് ഉണ്ടാവും. അപ്പോൾ ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചേ ചേർക്കുന്നത് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സായി വരട്ടെ. നന്നായി മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ചിക്കന് സ്പ്രിങ് ആണ്. വളരെ കുറച്ച് മാത്രമേ അതിനകത്ത് ഇറച്ചിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുമല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നിറയ്ക്കാനുള്ള കോഴി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കടകളിലൊക്കെ അങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പോർഷൻ ഇങ്ങോട്ട് എടുക്കാം. ഇത് നമുക്ക് ആ ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നല്ലൊരു ഭാഗമൊക്കെ എടുത്താൽ മതി. അത്ര ചെറിയ ചിക്കൻ ആയതുകൊണ്ട് അത്രയേ വേണ്ടി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങും എഗ്ഗും ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ഞാൻ ചിക്കനെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം ഇതിനകത്ത് എങ്ങനെയാണ് നിറയ്ക്കാനായിട്ട്. അവരതിൻ്റെ സൈഡാണ് നമുക്ക് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം എടുത്ത് ക്ലീനാക്കി തരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് പോർഷൻ കളയാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നെക്ക് ചിലപ്പോൾ നെക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണെങ്കിൽ ആ നെക്ക് അങ്ങ് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് കുറച്ചങ്ങ് വെച്ച് കൊടുക്കുക. ഈ സൈഡിലൂടെ ശ്രദ്ധിച്ചിട്ട് വെക്കണം. ഇതിൻ്റെ ബാക്കിലൊരു ചെറിയൊരു പോർഷൻ ഉണ്ട്. ആ ഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാല് ലെവൽ ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല. കുറച്ചങ്ങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം. നന്നായി ഉള്ളിലേക്കൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്കാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി കൂടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഒരുപാട് ടൈറ്റായിട്ടൊന്നും നിറയ്ക്കണമെന്നൊന്നുമില്ല, കൊള്ളാവുന്ന അത്രയും നിറച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഞാൻ നിറച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കാല് ഈ ഹോൾസൊക്കെ ഒന്ന് അടയുന്ന കോലത്തിൽ നമുക്കിതിൻ്റെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യണം. അപ്പോൾ ഞാനിപ്പം കാണിക്കുന്നത് ഇത് ചിക്കനിൽ തന്നെ ടൈ ചെയ്യുന്ന രീതിയാണ്. അപ്പം അങ്ങനെ പ്രയാസമുള്ള ആളാണെങ്കിൽ സാധാരണ ഒരു നൂല് വെച്ച് ഒന്ന് റൗണ്ടായിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു വാഴനാരോ അല്ലെങ്കിൽ ഒരു നൂലോ ഒക്കെ വെച്ചിട്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് ചിക്കനിൽ തന്നെ എങ്ങനെ ടൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ കീറി വെച്ചിട്ടുള്ള ആ പോർഷൻ്റെ എൻഡിലായിട്ടൊരു ചെറിയൊരു പാർട്സ് ഉണ്ടാവും. അതിനകത്തൂടെ നമ്മൾ ആ ഭാഗത്തുള്ള കാലങ്ങ് കയറ്റി വെക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലുള്ള കാല് ഈ കാലിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ടൈ ആക്കി വെക്കണം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അത് കഴിയാവുന്നവർ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇത് നൂല് വെച്ചിട്ട് അങ്ങനെ കെട്ടിക്കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻഡ് പോർഷൻ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ടൈ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ നെക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലം നമുക്ക് സ്പൂൺ കൊണ്ട് ഫില്ല് ചെയ്തതായതുകൊണ്ട് നിറയാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഡയറക്റ്റായിട്ട് കറിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓൾഡ് മെത്തേഡ്, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതൊന്ന് ടേസ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒരല്പം വിനാഗിരിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് ഓയിലിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പം കറിയിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ളതിലേക്ക് ഇത് ഒരുപാട് ലൂസായിട്ടുള്ളൊരു ഗ്രേവി ഒന്നും ഇല്ല ഉണ്ടാകുക, ജസ്റ്റ് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഉണ്ടാകുക. കുറച്ച് നമ്മൾ എടുത്തതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നിറച്ച് വച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിലേക്ക് ഇതിൻ്റെ ഉപ്പും ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 15 മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കായിട്ട് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് അടപ്പ് തുറന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് വെന്ത് വരികയുള്ളൂ. ഒരു വശത്തേക്കൊന്ന് മറിച്ച് തിരിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ചിക്കനാണ്. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ ചിക്കൻ്റെ ഇതിനനുസരിച്ചായിരിക്കും സമയത്തിൻ്റെ വ്യത്യാസം. പിന്നെ ഒരുപാട് വെള്ളം ഗ്രേവിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ണച്ചത്തിരി ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാരണ എടുക്കുന്ന മൈദ എടുത്തിട്ട് അതിനകത്ത് ഉപ്പും സാധാരണ പച്ചവെള്ളവും ചേർത്ത് ഒന്ന് പൂരിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഒരല്പം ഓയിൽ കൂടെ ചേർത്തിട്ട് കുഴയ്ക്കുക. ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് കുഴച്ച് ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള ഉരുള, പൂരിക്ക് എടുക്കുന്നത് പോലെ ചെറിയ ഉരുളയല്ല നമുക്ക് വേണ്ടത്, കുറച്ച് വലിപ്പത്തിലുള്ള ഉരുളകളാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ കുറച്ച് വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം ഒരല്പം എണ്ണയോ അല്ലെങ്കിൽ പൊടിയോ ഇട്ടിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. സാധാരണ പരത്തിരി പരത്തുന്നത് പോലെ കുറച്ച് വലുതായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പരത്തുന്നതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇതൊക്കെ പരത്തുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ല, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് വശവും ഒന്ന് സെൻറ്ററിലേക്കാക്കി മടക്കിയെടുക്കണം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ മടക്കിയെടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് ഓയിൽ അങ്ങ് ചേർത്ത് കളയരുത്. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പ്രയാസമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ഓയിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ട് വശത്തുനിന്നും ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീളത്തിലുള്ള വശത്തുനിന്ന് രണ്ട് വശത്തേക്കും സെൻറ്ററിലേക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒരു സ്ക്വയറിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഈ സ്ക്വയറിൻ്റെ 4 വശവും എൻഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റെപ്പിലും മടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇത്, അല്ലെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ സാധാരണ പത്തിരി പോലെ തന്നെ ഒറ്റ ലെയറേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ആ ഫ്ലവറിൻ്റെ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കണം. ഒന്നുകിൽ ഇങ്ങനെ തന്നെ പരത്താം, അതല്ലെങ്കിൽ പ്രയാസമുള്ളവരാണെങ്കിൽ ഇതിനൊന്ന് മറിച്ച് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താലും മതി. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പരത്തിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ സ്ക്വയറിൽ തന്നെ ഉണ്ടായിരിക്കണം. കാണുന്നില്ലേ? ഇനി ഇത് നമുക്ക് നമ്മൾ പൂരി പൊരിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് വലിയതായതുകൊണ്ട് ഫ്രൈ പാനിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് നല്ലതുപോലെ പഫായിട്ട് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഫസ്റ്റിൽ ഒരു ഭാഗം നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് എടുത്താലും മതി. ഇപ്പോൾ ഇത് ഒരു വശം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. ചെറിയ വ്യത്യാസമുള്ള പൂരി ഉണ്ടാക്കുന്നതിൽ നിന്ന് പൊടി കുഴയ്ക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെ. പക്ഷേ നമ്മൾ ആ പരത്തിയെടുക്കുമ്പോൾ അതൊന്ന് മടക്കിയെടുക്കുന്നതിലുള്ള ഒരു ചെറിയ വ്യത്യാസം. പൊരിക്കുന്നതൊക്കെ പൂരി പൊരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിവിടെ റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രുചികരമായിട്ടുള്ള കോഴി നിറച്ചതും കണ്ണച്ചത്തിരി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.